പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 28 ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി ജേഡീസ് കറണ്ട് അഫയേഴ്സ്. ലോക ടൂറിസം ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എത്ര അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്? ജപ്പാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ KSIDC ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി ജേഡീസ് കറണ്ട് അഫയേഴ്സ്. ഇന്ന് സെപ്റ്റംബർ 28. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. മികച്ച ആർടി ഗ്രാമത്തിനും മികച്ച അഗ്രി ടൂറിസം വില്ലേജിനുമുള്ള 2 ദേശീയ അവാർഡുകൾ കേരളം നേടിയത് ഏത് പരിപാടിയിലാണ്? ലോക ടൂറിസം ദിനം. കേരളത്തിന് യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ വർഷവും ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഈവന്റ് ആണ്, അതായത് വേൾഡ് ടൂറിസം ഡേ. സെപ്റ്റംബർ 27 തീയതിയാണ് വേൾഡ് ടൂറിസം ഡേ. ഇതോടനുബന്ധിച്ച് കേരളത്തിന് 2 അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ റെസ്പോൺസിബിൾ ടൂറിസം താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന 2 സ്കീം എന്ന് പറയുമ്പോൾ, ഒന്ന് കടലുണ്ടിയിലുള്ള ആർടി വില്ലേജും കുമരകത്തുള്ള അഗ്രി ടൂറിസം വില്ലേജ്. കടലുണ്ടിയിലുള്ള ആർടി വില്ലേജിന് ബെസ്റ്റ് ആർടി വില്ലേജ് എന്ന അവാർഡും കുമരകത്തുള്ള അഗ്രി ടൂറിസം വില്ലേജിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് എന്ന അവാർഡും ലഭിച്ചു. ഈ അവാർഡ് നൽകുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് കൾച്ചറിന്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഗ്ദീപ് ധൻഖർ പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. അതായത് ഈ ഒരു അവാർഡ് സെറമണി നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. ഇപ്പൊ കേരളത്തിന് ബെസ്റ്റ് ആർടി വില്ലേജിനും ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജിനുള്ള അവാർഡ് ആണ് വേൾഡ് ടൂറിസം ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. 2023 ജൂലൈ മുതൽ 2024 ജൂൺ വരെയുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്, അതായത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഈ കഴിഞ്ഞ ജൂലൈ 2023 മുതൽ ജൂൺ 2024 വരെയുള്ള ഒരു കണക്കെടുപ്പിൽ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളൊരു സംസ്ഥാനം. അതായത് 29.9% അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ് കേരളത്തിലുള്ളത്. അതായത് 47.1% സ്ത്രീകളും 19.3% പുരുഷന്മാരുമാണ് ഈ ഒരു കണക്ക് പ്രകാരം കേരളത്തിലുള്ളത്. 15നും 29 വയസ്സിനിടയിലുള്ള ഈ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ഇതിൽ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിലാണ് 36.2%. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണെങ്കിൽ 33.6%. അത് കഴിഞ്ഞ സംസ്ഥാനം വരുന്നത് കേരളമാണ്. കേരളത്തിൽ 29.9%. തൊട്ടുപുറകെ നാഗാലാൻഡ്, മണിപ്പൂർ, ലഡാക്ക് എന്നിവയെല്ലാമാണ്. എന്നാൽ ഏറ്റവും കുറവ് തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് മധ്യപ്രദേശ് ആണ്, 2.6%. തൊട്ടുപുറകെ ഗുജറാത്ത് 3.1%, ജാർഖണ്ഡ്, ഡൽഹി, ഛത്തീസ്ഗഡ് എന്നിവയെല്ലാം. ഇന്ത്യയിൽ ഏത് രാജ്യവും ഉത്തർപ്രദേശിലെ ജവാറിൽ മൾട്ടി മെറ്റീരിയൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആരംഭിക്കുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഒരു ധാരണാപത്രത്തിൽ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ ജവാർ എന്ന സ്ഥലത്ത് മൾട്ടി മെറ്റീരിയൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആരംഭിക്കുകയാണ്. മൾട്ടി മെറ്റീരിയൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് എന്നാൽ എന്താണ്? ഇത് ഒരുതരം ചിപ്പാണത്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ലേറ്റസ്റ്റ് ടെക്നോളജിയിലും, പ്രത്യേകിച്ച് നൈറ്റ് വിഷൻ ഡിവൈസുകൾ, മിസൈൽ സീക്കർ, സ്പേസ് സെൻസേഴ്സ്, ഡ്രോണുകൾ, ഫൈറ്റർ ജെറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ, റഡാർ, ജാമസ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്ന ചിപ്പുകൾ, അതിന്റെ ഒരു നിർമ്മാണമാണ് ഉത്തർപ്രദേശിലെ ജവാർ എന്ന സ്ഥലത്ത് ഇന്ത്യയും US-ഉം തമ്മിൽ ആരംഭിക്കാൻ പോകുന്നത്. ഈയടുത്ത്, അതായത് കോഡ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഇതോടനുബന്ധിച്ച് 79ാമത്തെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനത്തിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മൾട്ടി മെറ്റീരിയൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ജവാറിൽ ആരംഭിക്കാൻ പോകുന്നത്. ഷിഗേരു ഇഷിബിയെ ഏത് രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു? ജപ്പാൻ. ഷിഗേരു ഇഷിബിയ ജപ്പാന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ്. ഇദ്ദേഹത്തെ ജപ്പാന്റെ അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുത്തു. ജപ്പാനിലെ കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, LDP. ഇപ്പൊ LDPയുടെ ലീഡർ ആയിട്ടാണ്, അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഷിഗേരു ഇഷിബിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 67 വയസ്സുള്ള ഷിഗേരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമായിരിക്കും ഇനി ജപ്പാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. നിലവിൽ ഇപ്പോൾ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഫ്യൂമിയോ കിഷിഡ.
അദ്ദേഹം ഈയടുത്ത് പ്രഖ്യാപിച്ചിരുന്നു. അതായത് രാജിവെക്കുന്ന കാര്യം, ഇനി മത്സരിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. വൻലാവന അടുത്തിടെ ഏത് രാജ്യത്തിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിക്കപ്പെട്ടു? കംബോഡിയ രാജ്യം. കംബോഡിയ രാജ്യത്തിന്റെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് വൻലാവനെ തിരഞ്ഞെടുത്തു. കംബോഡിയ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയായിരുന്നു യുനെസ്കോന്റെ ഏറ്റവും ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സൈറ്റ്, അതായത് ആൻകോർ വാട്ട്. ഇത് കംബോഡിയയിലാണ്. ആൻകോർ വാട്ട് എന്ന ഒരു ക്ഷേത്രം, ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നു, പിന്നീട് ഇത് ബുദ്ധക്ഷേത്രമായിട്ട് മാറുകയും ഇന്നിപ്പോൾ യുനെസ്കോ പൈതൃക സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സൈറ്റ് എന്ന രീതിയിലുള്ള ഒന്നാണ് ആൻകോർ വാട്ട്. ഇത് കംബോഡിയയിലാണ്. കംബോഡിയ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ആണ് നോംപെൻ. കറൻസി കംബോഡിയൻ റിയൽ. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഖെമർ. 150 വർഷം പഴക്കമുള്ള കൊൽക്കത്ത ട്രാമുകൾ നിർത്തലാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? നഗരത്തിലെ ഗതാഗതം ഉയർത്തുന്ന വെല്ലുവിളികൾ. അപ്പൊ 150 വർഷം പഴക്കമുള്ള കൊൽക്കത്ത ട്രാമുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം കൊൽക്കത്തയിലുള്ള ഫേമസ് ആയിട്ടുള്ള ട്രാംസ്, ഇത് നിർത്തലാക്കാൻ പോവുകയാണ്. അതായത് ഈ സെപ്റ്റംബറോടുകൂടി കൽക്കട്ടയിൽ ട്രാമുകൾ നിർത്തലാക്കുകയാണ്. 150 വർഷം മുമ്പ് വന്നിട്ടുള്ള, അതായത് 1873 കൊൽക്കട്ടയിൽ ട്രാം സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നഗരത്തിലെ ഗതാഗതം, അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കാരണമാണ് ഇപ്പോൾ ഈ ട്രാമുകൾ നിർത്തലാക്കാൻ പോകുന്നത്. ഇതിൽ എസ്പ്ലാനഡെ മുതൽ മൈതാൻ വരെയുള്ള ആ ഒരു പ്രദേശത്ത് മാത്രം ട്രാമുകൾ നിലനിർത്തും. കാരണം അത് പൂർണ്ണമായിട്ട് നിലനിർത്താതെ പോകുന്ന ഒന്നാണ്. 1873 കൊൽക്കട്ടയിൽ ട്രാം സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 27 കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? സി ബാലഗോപാൽ. സെപ്റ്റംബർ 27 ഇന്നലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് സി ബാലഗോപാലിനെ അപ്പോയിന്റ് ചെയ്തു. എല്ലാ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഡ്വെയ്ൻ ബ്രാവോ ഏത് രാജ്യക്കാരനാണ്? വെസ്റ്റ് ഇൻഡീസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്പോർട്സിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഡ്വെയ്ൻ ബ്രാവോ, വെസ്റ്റ് ഇൻഡീസിന്റെ മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഡ്വെയ്ൻ ബ്രാവോ എല്ലാ ഫോർമാറ്റിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 40 വയസ്സുള്ള ഡ്വെയ്ൻ ബ്രാവോ ഒരു ലീഡിംഗ് T20 വിക്കറ്റ് ടേക്കർ ആയിരുന്നു. വരാൻ പോകുന്ന കരീബിയൻ പ്രീമിയർ ലീഗിന് ശേഷം അദ്ദേഹം എല്ലാ ഫോർമാറ്റിൽ നിന്നും ഡ്വെയ്ൻ ബ്രാവോ വിരമിക്കുകയാണ്. 2024 ഒക്ടോബറിൽ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 24 വരെ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി നടക്കാൻ പോകുന്നത്. ഈ ഒരു പ്രോഗ്രാം ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി. എല്ലാ 4 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു ഈവന്റ് ആണ് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനിലെ ഭാഗമായിട്ടുള്ള ഒന്നാണ് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി. ഇന്നലെ സെപ്റ്റംബർ 27 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സൂര്യൻ ഭൂമിയോട് അടുക്കുമ്പോൾ വിളിക്കപ്പെടുന്ന എന്ത്? ഇതിന്റെ ഉത്തരം പെരിലിയോൺ. സൂര്യനായിട്ട് ഭൂമി ഏറ്റവും അടുത്ത് വരുന്ന ആ പോയിന്റിനെയാണ് പെരിലിയോൺ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അകലെ നിൽക്കുന്ന ആ സമയത്ത് അതിനെ പറയുന്നതാണ് ആഫ്ലിയോൺ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. മികച്ച ആർട്ടി ഗ്രാമത്തിനും മികച്ച അഗ്രി ടൂറിസം വില്ലേജിനുമുള്ള 2 ദേശീയ അവാർഡുകൾ കേരളം നേടിയത് ഏത് പരിപാടിയിലാണ്? ലോക ടൂറിസം ദിനം. 2023 ജൂലൈ മുതൽ 2024 ജൂൺ വരെയുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ഏത് രാജ്യം ഉത്തർപ്രദേശിലെ ജവാറിൽ മൾട്ടി മെറ്റീരിയൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആരംഭിക്കുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഷിഗേരു ഇഷിബിയെ ഏത് രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു? ജപ്പാൻ. വൻലാവന അടുത്തിടെ ഏത് രാജ്യത്തിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിക്കപ്പെട്ടു? കംബോഡിയ രാജ്യം. 150 വർഷം പഴക്കമുള്ള കൊൽക്കത്ത ട്രാമുകൾ നിർത്തലാക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്?
നഗരത്തിലെ ഗതാഗതം ഉയർത്തുന്ന വെല്ലുവിളികൾ. 2024 സെപ്റ്റംബർ 27 കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? സി ബാലഗോപാൽ. എല്ലാ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഡ്വെയ്ൻ ബ്രാവോ ഏത് രാജ്യക്കാരനാണ്? വെസ്റ്റ് ഇൻഡീസ്. 2024 ഒക്ടോബറിൽ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ന് സെപ്റ്റംബർ 28. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇന്ന് കറണ്ട് അഫയേഴ്സ് തന്നെ പറഞ്ഞിരുന്നു. ജെയ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്നത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഓരോ ദിവസവും ജേഴ്സ് കറണ്ട് അഫയേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.